നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റഡി ചലഞ്ച് ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇടാൻ താമസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ വീട്ടുജോലി ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ സ്റ്റഡി ചെയ്യുന്നത് കാണിക്കാൻ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു 3-4 ദിവസമായിട്ട് രാത്രി നൈറ്റ് സ്റ്റഡീസ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ താമസിച്ചത്. ഇപ്പം ഞാൻ അപ്പം കൂടുതലായിട്ട് ഞാൻ പഠിച്ചത് ഈ 3-4 ദിവസത്തിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ വീക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ച് കവർ ചെയ്ത് വരുവാണ്. വലിയ പോർഷൻസ്, അതായത് പാർലമെൻറ്റ്, അതുപോലെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഈ പോർഷൻസ് എനിക്ക് ഉദ്ദേശിച്ച പോലെ കവർ ചെയ്ത് തീരാൻ പറ്റുന്നില്ല. കാരണം PKയുടെ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പാർലമെൻറ്റിന് തന്നെ 8 ക്ലാസ്സസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ക്ലാസ്സും ഏകദേശം ഒരു 1.5 മണിക്കൂറുള്ള ക്ലാസ്സസാണ്. അപ്പോൾ അത് കേൾക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ PDF നോട്ട്സ് വെച്ചിട്ട് കുറച്ച് നോട്ട്സ് ഉണ്ടാക്കിയാണ് പഠിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ, പക്ഷേ ഡെയിലി ഞാൻ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഡിഗ്രി പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷാണ്. അത് നമ്മൾ മാത്സിൽ കുറേയധികം സ്കോർ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ റാങ്ക് നന്നായിട്ട് കയറി വരും. മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ മലയാളം ഞാൻ കുറച്ച് നോക്കി. പിന്നെ മാത്സിൻ്റെ ക്ലോക്കും കലണ്ടറും, അപ്പം ഈ 2 പോർഷൻസാണ് നോക്കിയത്. അപ്പം ഈ ഒരു നോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ കുറേ നോട്ട്സ് എല്ലാം ഉണ്ടാക്കി, മിക്ക പോർഷൻസിൻ്റെയും നോട്ട്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോട്ട്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുവാണ്, മാത്സ് ഏറ്റവും സിമ്പിളായിട്ട്, നിങ്ങൾക്ക് 0 ആണെങ്കിൽ പോലും, മാത്സിൽ 0 ആണെന്ന് ഫീൽ ചെയ്യുന്നവർ പോലും മാത്സിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സസ് ഉണ്ട്. ഫ്രീ ക്ലാസ്സസ്, ജെറിൻ സാറിൻ്റെ ക്ലാസ്സസാണ്. ട്രിക്ക് ടേൺ എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. സോ ആ ചാനൽ വെച്ചിട്ട്, ആ ചാനൽ സാറിൻ്റെ ഒട്ടുമിക്ക ക്ലാസ്സസിൻ്റെയും കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക ക്ലാസ്സസിൻ്റെയും നോട്ട്സ് ഞാൻ കവർ ചെയ്തതാണ്. സാർ ഇപ്പോൾ പുതിയതായിട്ട് ഇടുന്ന ഇത് മാത്രമേ എനിക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പം ആ നോട്ട്സാണിത്. ഇത് എഴുതി വെച്ച് ഇതിൽ ഏകദേശമൊക്കെ പോർഷൻസ് കവേർഡ് ആകും. എന്നാലും ഡിഗ്രി ലെവലിന് ഈ നോട്ട്സ് പഠിച്ചതിന് ശേഷം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കാം. ഈ പോർഷൻസ് കവർ ചെയ്ത്, അതായത് ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ബുക്സ് വെച്ച് പഠിക്കുമ്പം, ബിക്കോസ് ഡിഗ്രി ലെവലിന് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള ഒരു 5-6 ചോദ്യമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ബാക്കി എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുക. അത് ബേസ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് അതിന് ശേഷം അഡ്വാൻസ്ഡ് ബുക്സ് വെച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പഴയ നോട്ട്സ് തന്നെയാണ് ഞാൻ റിവൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ക്വസ്റ്റ്യൻസും എനിക്കറിയാവുന്നതാണ്. എന്നാലും ഒന്നുകൂടെ കിട്ടാത്ത സംഭവങ്ങൾ റിവൈസ് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മാത്സ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സാണ്. അതിങ്ങനെ സാഗരം പോലെ കിടക്കുവാണ്, എവിടുന്ന് പഠിക്കണം എന്നറിയില്ല. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിൻ PSC തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. PSC ബുള്ളറ്റിനിലെ ഞാൻ കറണ്ട് അഫയേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനുവരിയിലെ 2 ലക്കമുണ്ട്. ജനുവരിയിലെ 1 ലക്കം എന്ന് പറഞ്ഞാൽ 2024 കമ്പൈൽഡ് ലക്കമുണ്ട്. പിന്നെ അതിനുശേഷം അല്ലാതെ ജനുവരിയിലെ 1 ലക്കമുണ്ട്. അപ്പോൾ 2 ലക്കമുണ്ട് ജനുവരിയിലെ PSC ബുള്ളറ്റിൻ. അപ്പം എവിടെ നിന്നാണ് ഈ PSC ബുള്ളറ്റിൻ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ടെലഗ്രാം ചാനൽ ഞാൻ ലിങ്ക് പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ നോക്കുന്നത് ടെലഗ്രാം ചാനൽസിൽ നിന്നാണ്. പിന്നെ എൻ്റെ ഒരു പ്രീവിയസ് ബുക്കുണ്ട്, അത് വെച്ചിട്ടാണ് നോക്കുന്നത്. ഇതിപ്പോൾ 11 രാത്രി ടൈമാണ് കേട്ടോ. ആ സമയത്ത് പഠിച്ചത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല, ബിക്കോസ് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാനൊരു കുറച്ച് നേരം പഠിച്ചപ്പോൾ തന്നെ മോളെ യൂട്യൂബിനെ ഫീഡ് ചെയ്യാൻ പോയി. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ആക്ച്വലി. അത് കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ UPSC ആണ്. UPSC, PSC, അതുപോലെ CAG, അറ്റോർണി ജനറൽ, അതുപോലെ അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഭാഗമായിട്ട്, പിന്നെ ആക്ട്സ് ഒരു ഭാഗമായിട്ട്, പിന്നെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഒരു ഭാഗമായിട്ട്, പിന്നെ അല്ലാതെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 4 തിരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്. അപ്പം ഏകദേശം ഇപ്പം കുറച്ച് പോർഷൻസ് കവേർഡായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്തായെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിനകത്ത് UPSC ക്ലാസ്സസ് ഉണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. എനിക്ക് ഹിന്ദി അറിയാം, അതുകൊണ്ട് ഹിന്ദി ക്ലാസ്സസ് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ UPSCയുടെ ഒരു ക്ലാസ് കേട്ടു. ജോലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പഠിക്കുന്ന പോർഷൻസിൻ്റെ ക്ലാസ് കേൾക്കും. ഇതെൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും യൂസ്ഫുൾ, അതായത് ഒരു വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഉപകരണമാണ് ഇത്. ഇത് ചെവി വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സും അങ്ങോട്ട് ഓണാക്കി വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ ക്ലാസ് കേൾക്കാം. പക്ഷേ കോൺസെൻട്രേഷൻ കിട്ടാൻ പാടാണ്, എന്നിപ്പം പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ രാത്രി സമയമാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 1 മണിയായപ്പോൾ കുഞ്ഞുറങ്ങുവാണ്. ആ സമയത്ത് ഞാൻ പഠിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മലയാളത്തിൻ്റെ ഗ്രാമർ നോക്കി. തദ്ധിതം എന്ന് പറഞ്ഞ പോർഷൻ ഞാൻ PYQ നോക്കിയപ്പോൾ തദ്ധിതത്തിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പോൾ ആ പോർഷൻ നോക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 2-3 ദിവസം പഠിച്ചത്. മെയിൻലി മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്താണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് നോക്കിയത്. എന്നാലും എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഒരു ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ഒട്ടും ദിവസം ഇല്ലല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.